Hi friends, അപ്പോൾ എല്ലാവർക്കും മറ്റുള്ള അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ പാക്കിംഗ് ഡേ ആണ്. സോ പാക്കിംഗ് ഡേയിൽ നമ്മൾ പാക്കിംഗ് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, മെയിനായിട്ട് നമുക്ക് പാക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യം ഇത് ജസ്റ്റ് ഒന്ന് ഇത് എൻ്റെ സീലിംഗ് മെഷീനാണ്. സീലിംഗ് മെഷീൻ ആവശ്യമാണ്. പിന്നെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള 5 കുറേ ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് സമയം കിട്ടിയോണ്ട് എടുക്കുന്നതാണ്. ഇത് എൻ്റെ കയ്യിലുള്ള 5 പേർ എനിക്കൊരു ഫുൾ റെഡ് ഓർഡർ വന്നു. സോ ട്രിവാൻഡ്രം മണ്ണന്തലയിൽ നിന്നാണ് ഓർഡർ വന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ വീഡിയോസ് എടുത്തില്ല എന്ന്. എനിക്ക് എപ്പോഴും തിരക്കായിരിക്കും. ഇന്ന് വലിയ തിരക്കില്ല, എന്നാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഇതാണ് നമ്മൾ ഓഫർ റേറ്റിന് കൊടുക്കുന്നത്. ഈ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഈ സാധനം എല്ലാവരും പലരും 200 രൂപയ്ക്ക് മുകളിലൊക്കെയാണ് സെയിൽ ചെയ്യുന്നത്. നമ്മൾ വെറും 100 രൂപയ്ക്കകത്താണ് സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സെയിൽസ് നടക്കുന്നത്. നമുക്ക് ഇന്ന് ഇതിപ്പോൾ ഒരാൾ ഓർഡർ ചെയ്തതാണ്. വേറെ ഓർഡേഴ്സ് ഞാൻ ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. അത് ചുമ്മാ എന്ന് പറയുന്നത് അവിടെ ഇരിപ്പുണ്ട്. കാരണം ഇതുപോലെ നമ്മൾ ഫസ്റ്റ് 5 പേരാണ്. അപ്പോൾ 5 പേർ പാക്ക് ചെയ്യുന്നത് ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ പാക്കിങ് മെത്തേഡ് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ബ്രോ എല്ലാ കാര്യങ്ങളും എടുത്ത് അടുത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് വീഡിയോ ചെയ്യാതിരിക്കണം. വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓടിക്കൊണ്ട് നടക്കല്ലേ. സോ അതുകൊണ്ട് മാക്സിമം ഞാൻ പാക്കിങ്ങിൻ്റെ ബോക്സ് വരെ എല്ലാം പാക്ക് ചെയ്തിട്ടാണ് ഇരുന്നത്. അപ്പോഴാണ് ആലോചിച്ച് റബ്ബർ ബാൻഡ് എടുക്കാൻ മറന്നുപോയി. എന്തെങ്കിലുമൊക്കെ മറക്കണമല്ലോ. എല്ലാം ഞാൻ മറക്കുന്നത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിചാരിക്കില്ലേ നിങ്ങൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ട്രിവാൻഡ്രത്തിൽ ഒരു ഫ്രണ്ട് ഇവിടെ വന്ന സാധനം മേടിച്ചു. അപ്പോൾ അവർ നമ്മൾ സബ്സ്ക്രൈബറാണ്. മേടിച്ചപ്പോൾ ഇവിടെ ഇരുന്ന് ഇതെല്ലാം പാക്കിംഗ് എല്ലാം കാണാൻ വേണ്ടി പറ്റി. ഓക്കെ, 5 പേരുണ്ട്. അടുത്തുണ്ട് അതിൻ്റെ ഫീമെയിലിൻ്റെയൊക്കെ സൈസ് ആണല്ലോ. അത്യാവശ്യം നല്ല സൈസുള്ള സാധനം തന്നെയാണ്. നമ്മളിപ്പോൾ കൊറിയർ അയക്കുമ്പോൾ പിന്നെ നമ്മൾ ഓവർ സൈസ് മാക്സിമം അയക്കില്ല. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഫിഷ് എത്തുമ്പോൾ ചത്തിരിക്കുന്നതാണോ നല്ലത്, ചാവാതിരിക്കുന്നതാണ് നല്ലത്? ചാവാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഏറ്റവും ബെറ്റർ നമ്മളൊരു അത്യാവശ്യം ഒരു അഡൽട്ട് സ്റ്റേജാണ്. മീൻസ് ചിലർ പറയും പ്രഗ്നൻ്റ് ആയിട്ടുള്ളത് അയക്കുക. പ്രഗ്നൻ്റ് ആയിട്ടുള്ള നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ മനുഷ്യരുടെ കാര്യം എടുത്താൽ പോലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിക്ക് കൂടുതൽ യാത്രയൊന്നും ചെയ്യരുതെന്ന് പറയും. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡി അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പയർ ആയിരിക്കില്ല. സോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഫിഷിൻ്റെ കേസ് എടുത്താൽ പോലും ഫിഷിനും അപ്പോൾ അതുപോലെ കുറച്ച് ഇതുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ആ ഫിഷിന് കണ്ട അതിൻ്റെ സൈസ് കണ്ടല്ലോ, ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഗപ്പി. അതുകൊണ്ടാണ് നമ്മളിപ്പം ഓവർ സൈസുള്ളത് അയക്കാത്തത്. ബട്ട് ഈ മീഡിയം സൈസുള്ളതാണ് എപ്പോഴും അയക്കുന്നത്. ഇപ്പോൾ കാണിച്ചത് പോലത്തെയൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏതാണ് സ്റ്റോക്ക് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. ആ സ്റ്റോക്ക് അനുസരിച്ചുള്ള സാധനമായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ സീലിംഗ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം സീൽ ചെയ്തു. ഓക്കെ, സീൽ ചെയ്തു. ഇനി നമുക്ക് ഇങ്ങനെ സീൽ ചെയ്ത് മാത്രം വെച്ചിട്ട് പാക്കറ്റിനകത്ത് ആക്കരുത്. നമ്മൾ ഇതിനൊരു വേറൊരു പരിപാടി ഉണ്ടോ. സീൽ മെഷീൻ ഓഫ് ചെയ്യട്ടെ. ഓക്കെ, സീൽ മെഷീൻ ഓഫ് ചെയ്ത ജസ്റ്റ് വെയിറ്റ്, ഐ വിൽ കം നൗ. ഓക്കെ, അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് എടുക്കുമ്പോൾ ഈ ഒരു സൈസ് റബ്ബർ ബാൻഡ് എടുക്കുന്നതാണ് ബെറ്റർ ആയിട്ടോ. നമ്മൾ കുറച്ച് വലുതെടുത്തു കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. ഇത് സിമ്പിളാണ്. ഇനി നമ്മൾ കൂടുതൽ വലുതായിട്ട് കെട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു സിപ്പ് പോലെ ഇത്ര ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത്ര നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു റോളും കൂടെ ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഗപ്പി സെറ്റായി. ഇനി നമ്മൾ എവിടെ നിന്നുള്ള പ്രസ്സിങ് ഉണ്ടായാലും ആ ഗപ്പിക്കൊന്നും പറ്റില്ല. അല്ലാതെ നമ്മളിപ്പോൾ ഞാൻ സീല് മാത്രം ചെയ്ത് അയച്ച് നമ്മളിപ്പോൾ വന്ന സാധനം എടുക്കുന്നവർക്ക് ഞാൻ റബ്ബർ ബാൻഡ് ഇടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നപ്പോഴേക്കും അവരത് ഓവർ പ്രസ് ആവില്ല. അവർ കൊണ്ടുപോകുമ്പോൾ പിന്നെ പെട്ടെന്ന് അന്ന് എത്തുമല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല. നമുക്കിത് പല സ്ഥലത്തും കൊറിയറിലെ ആൾക്കാരുടെ കൈമാറി അവിടെ എത്തുമ്പോൾ ഇൻ കേസ് എവിടെയെങ്കിലുമൊക്കെ ചെറിയ പ്രസ്സിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മീനിനൊന്നും പറ്റരുത്. കസ്റ്റമർക്ക് അത്രയും വിശ്വസിച്ച് നമുക്ക് തരുന്ന സാധനമില്ല. അപ്പോൾ നമുക്ക് മീനിൻ്റെ സേഫ്റ്റി നോക്കണം. നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ദൂരോട്ട് കൊറിയർ അയക്കുന്നത്. ആ കൊറിയർ അയക്കുമ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നമ്മൾ ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ ഇത് ഞാൻ അയക്കുന്നത് ട്രിവാൻഡ്രം തന്നെയാണ്. നമ്മളിപ്പോൾ കേരളത്തിനകത്ത് എവിടെ അയച്ചാലും ഈ ഒരു മെത്തേഡ് മതി. ബട്ട് കേരളത്തിന് പുറത്താണെങ്കിൽ മീൻസ് തമിഴ്നാട് അങ്ങോട്ടൊക്കെയാണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു പാക്കറ്റിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ ചെറിയ പാക്കറ്റ് ആയാലും മതി. പക്ഷേ അതിൽ നിങ്ങൾ ഒരു ഫിഷ് മാത്രമേ വയ്ക്കാവൂ. കേട്ടില്ല, അതാണ് നമ്മൾ ദൂരോട്ട് അയക്കുമ്പോൾ. പിന്നെ നമ്മളിപ്പോൾ സോഡോ അങ്ങനെ സോട്ടയിൽ അങ്ങനത്തെ ചില വെറൈറ്റീസ് ഓക്കെ സോട്ടയിൽ ആരോടാണ് സോട്ടയിലോ ഓർഡർ ചെയ്തിട്ടോ, അതാണ് ഞാൻ ആലോചിച്ചത്. ഓക്കെ, സോട്ടയിലും അങ്ങനത്തെ ചില വെറൈറ്റീസൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാക്കറ്റിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് സോട്ടയിൻ്റെ കാര്യം ആലോചിച്ചത്. ഇന്നലെ പാക്ക് ചെയ്തിരുന്ന സോട്ടയിൽ ഞാൻ അയച്ചില്ല, ഇനി വിട്ടുപോയെന്നാണ് ആലോചിച്ചത്. അല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും എൻ്റെ വീഡിയോസ് ഫുള്ളിരുന്ന് വാച്ച് ചെയ്യുന്നവരും ഒക്കെ ഒത്തിരി ഉണ്ടെന്ന് ആലോചിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഓക്കെ,
അപ്പോൾ അതാ പാക്കിംഗ് ഇപ്പം കഴിയും. എന്നിട്ട് നമുക്കിനി ബാക്കി അടുത്തുള്ള പാക്കിംഗ് കാണിച്ചു തരാം. ഇത് കുറച്ച് സ്റ്റെപ്പാണ്. ഫസ്റ്റ് നമ്മൾ സാധനം കളക്ട് ചെയ്യുക, പിന്നെ അതിനെ ഇതുപോലെ അറേഞ്ച് ചെയ്യുക. വേർത്ത് കുളിക്കും കേട്ടോ ഓരോ ദിവസം ഇതുപോലെ. ഇന്നലെ ഞാൻ രാവിലെ ഒരു 6 മണി തൊട്ട് 9 മണി വരെ പാക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ആവശ്യമായിട്ട് പോയി. ആവശ്യമുള്ള സ്ഥലത്ത് തിരുവനന്തപുരത്തായിരുന്നു എത്താനുള്ളത്. തിരുവനന്തപുരത്ത് എത്താൻ വേണ്ടി ഞാനൊരു 9:30 പോയി. 10 മണിക്ക് എന്തായാലും കറക്റ്റ് അവിടെ എത്തി. പിന്നെ അതിനുശേഷം 4 മണിക്ക് മുന്നേ വീട്ടിലെത്തി. 5 മണിക്കുള്ള കൊറിയർ 5 മണിക്ക് വീണ്ടും 2 പാക്കറ്റ് ചെയ്തു. ഇന്ന് രാവിലെ വീണ്ടും പാക്ക് ചെയ്യുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ വീഡിയോസ് ഓഫറൊന്നും കുറച്ച് ഈ വീഡിയോ ഇപ്പം നിങ്ങൾക്ക് ഓഫറിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ട് ഏകദേശം 1 മാസം അടുപ്പിച്ചായ വീഡിയോ ആണ് ഇട്ട വീഡിയോ. അതെന്ത് ഇപ്പോൾ ഇടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫറിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിറച്ച് നമുക്ക് സെയിൽസ് നടക്കും. പക്ഷേ എനിക്ക് എൻ്റെ സമയം വച്ചതനുസരിച്ച് ഓരോ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. ഓർഡർ കിട്ടുന്നതിൽ സന്തോഷമാണ്, പക്ഷെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ആ സമയം അവതാളത്തിലാവും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഓർഡർ ഒരുമിച്ച് വരുമ്പോഴേ കുറച്ച് പാടാണ്. ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. ഇനി ഇതാണ് നമ്മൾ എടുക്കുന്ന ബോക്സ് പാക്ക് ചെയ്യാൻ വേണ്ടി. ഇത് ഒരു ബോക്സിന് ഒരു 15 to 20 രൂപ ആ ഒരു റേഞ്ച്. നമുക്കൊരു ഒരുമിച്ചൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ കുറച്ച് റേറ്റ് വ്യത്യാസത്തിൽ കിട്ടും. ഇതിനെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇത് വരും, ഇപ്പോൾ പിന്നെ വരുന്നതുകൊണ്ട് ആ ഭാഗം ജസ്റ്റ് ഇങ്ങനെ പേപ്പർ വെച്ചൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും അതുപോലെ തന്നെ. ഓക്കെ, എന്നാൽ നമുക്ക് ഓരോ ഫിഷായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. 1 5 പീസല്ലേ ഉള്ളൂ, അപ്പോൾ 2 3 4 5. ഓക്കെ, 5 എണ്ണം ആയി. ഇനി നമുക്ക് ആ 5 എണ്ണവും പോയിട്ട് ജസ്റ്റ് ആ പേപ്പറും വച്ച് കൊടുക്കുക. അതിന് ശേഷം ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കണ്ട, ഇതാണ് ഈ 2 ബോക്സ് എടുത്തു കഴിഞ്ഞ് ആ ഒരു രീതിയിലുള്ള പാക്കിംഗ് ആണ്. കുറച്ചുകൂടെ സേഫാണിത്. നമുക്കിപ്പോൾ ഒരെണ്ണത്തിൽ മതി, പക്ഷേ എനിക്കിത് ഒരെണ്ണം വശം അടച്ചാൽ ഇതിരിക്കില്ല. സോ അതുകൊണ്ടാണ് അടിപൊളി. ഇത് കുറച്ച് വിട്ട് കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടി ഇതിനൊന്ന് ഒട്ടിച്ച് സെറ്റാക്കുകയാണ്. പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി അഡ്രസ്സ് എഴുതി ഒട്ടിക്കണം. എൻ്റെ പേരും അഡ്രസ്സിന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നോർമലി നിങ്ങൾക്കറിയാം, ചിലർക്ക് നമ്മൾ പ്രിൻറ്റഡ് അഡ്രസ്സ് ആയിരിക്കും നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ എത്തുന്നത്. ചിലർക്ക് നമ്മൾ എഴുതുന്ന അഡ്രസ്സ്, അതെന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയ്ക്ക് മുന്നേ ഓർഡർ ചെയ്യുന്നവരുടേതാണ് ഞാൻ പ്രിൻ്റ് എടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ദിവസം 1-2 കൊറിയറിന് വേണ്ടി വീണ്ടും പ്രിൻ്ററൊക്കെ ഓൺ ചെയ്ത് കുറച്ച് പാടാണ്. സോ അതുകൊണ്ടാണ് ഞാൻ അല്ലാതെ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് അത്യാവശ്യം ചിലവ് വരുന്നുണ്ട്. ചിലവ് മീൻസ് ഇതിൽ പാക്കിംഗ് ടാപ്പും, പിന്നെ ഇത് കുറച്ച് പാക്കിംഗ് ടാപ്പ് കുറച്ച് നമുക്ക് പൈസ ചിലവുള്ള കാര്യമാണ്. പാക്കിംഗ് ടാപ്പ് ഉണ്ട്, കുറേ തീരും. ഒരെണ്ണം ഒട്ടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മളെ സാധനം അങ്ങ് തീരും. പിന്നെ ഓർഡേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, ചുമ്മാ അല്ല നിങ്ങൾ പൈസ തന്നിട്ടാണ്, അത് ശരിയാണ് ഞാൻ പറഞ്ഞത്. അല്ല, ചിലർ കൊറിയർ ചാർജിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളടുത്ത് പറയുമ്പോൾ എന്താണ് കൊറിയർ ചാർജ്. ഇതിപ്പോൾ ഞാൻ 2 ബോക്സ് വെച്ചാണ് പാക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു ബോക്സ് പാക്ക് ചെയ്യാനുള്ള സാധനം 2 എണ്ണം വെച്ച് പാക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ഇപ്പോൾ പ്ലാന്റ് ആണെങ്കിൽ ഇത്രയും പാക്ക് ചെയ്യുമ്പോൾ പ്ലാന്റിൽ നിന്ന് ഇപ്പോൾ എനിക്ക് 1000 രൂപ കിട്ടുന്ന പ്ലാന്റുകളുണ്ട്. അപ്പോൾ പക്ഷേ ഫിഷിനാണെങ്കിൽ നമുക്ക് അത്രയും ഒരു എമൗണ്ട് കിട്ടില്ല. അത്രയും എമൗണ്ട് കിട്ടുന്ന ഫിഷും ഉണ്ട്, പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഓഫറിൻ്റെ ഗപ്പിയാണ്. സോ അപ്പോൾ നമ്മുടെ എൻ്റെ വീഡിയോസിൻ്റെയും ഓഫേഴ്സൊക്കെ ഇതുപോലെ കാണുന്നവരുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനി നമുക്കിതിൽ ഇത് ഞാൻ സ്പീഡ് ആൻഡ് സേഫ് കൊറിയറിലാണ് അയക്കുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്രസ്സ് ഒന്ന് ലേബൽ ചെയ്യുന്ന കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അഡ്രസ്സ് ഒന്ന് എടുക്കാൻ പോകണം, നിങ്ങൾ ക്ഷമിക്കുക ഓടി നടക്കുന്നതിന്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതെത്തി കഴിഞ്ഞു. മണ്ണന്തല എന്ന് പറഞ്ഞാൽ അവരുടെ അഡ്രസ്സ് തന്നെ കാണിക്കുന്നില്ല ഞാൻ കസ്റ്റമറിൻ്റെ. ഓക്കെ, ഇതെൻ്റെ അഡ്രസ്സ്, ഇതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ. ഓക്കെ, അതിന് ശേഷം അവരുടെ അഡ്രസ്സ് ഇവിടെ നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കുക. കസ്റ്റമറിൻ്റെ അഡ്രസ്സ് മുകളിൽ. പിന്നെ എൻ്റെ അഡ്രസ്സ് ഞാനിപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലേബലുണ്ടായിരുന്നു, ഇപ്പോൾ ലേബൽ തീർന്നു. എൻ്റെ പ്രിൻ്റർ ഏകദേശം അതിൻ്റെ ആ ഒരു മഷി കഴിഞ്ഞുകൊണ്ട് ഞാനിപ്പം ലേബൽ ഇപ്പോൾ പ്രിൻ്റ് ആയിക്കോല്ലേ അതിൽ. ഇനി വീണ്ടും അതിൻ്റെ വാങ്ങിച്ചിടണം, ഏകദേശം 2000 രൂപ അടുപ്പിച്ചാവും. ഞാൻ അത് കുറച്ച് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സംഭവമായിട്ടുണ്ട്. ഇനി അടുത്തതിൻ്റെ ഒരു സൈഡ്, ഈ ഒരു സൈഡ് നമുക്ക് 2 സൈഡ് നമ്മൾ അഡ്രസ്സ് ഞാൻ മാറി കൊടുക്കും. ലേബലാണെങ്കിൽ ഒരുമിച്ച് വയ്ക്കും. ഇത് ഫ്രം എന്ന് വെച്ചാൽ എൻ്റെ അഡ്രസ്സ് വയ്ക്കും. ഓക്കെ, സാധനം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ ക്ലോസ്ഡ്. ഓൾറൈറ്റ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ പാക്കിങ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. ഫുൾ റെഡ് ഇനിയും നിറച്ച് സ്റ്റോക്ക് ഉണ്ട്.
ഏറ്റവും കൂടുതൽ ഞാൻ ഗപ്പീസ് അയച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ അയച്ചിട്ടുള്ള ഗപ്പി ഏതെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സ്വരത്തിൽ പറയാൻ പറ്റും, ഫുൾ റെഡാണ്. ഏകദേശം ഒരു 20,000-30,000 അടുപ്പിച്ച് ഞാൻ ഫുൾ റെഡ് ഗപ്പീസ് അയച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക്, എസ്പെഷ്യലി മഹാരാഷ്ട്ര വരെ. കൂടുതൽ നമ്മുടെ പുറത്തുള്ള സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലേക്കാണ് കൂടുതൽ അയച്ചിട്ടുള്ളത്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 10-20 മേടിച്ചിട്ടുണ്ട്, ഒരാളൊരു ഓർഡറിൽ 2-3 പേര് അങ്ങനെ. പിന്നെ അല്ലാതെ 1-2 വെച്ച് കുറേ മേടിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലും കേരളത്തിലാണ് ഫുൾ റെഡ് പോയിട്ടുള്ളത്. കാരണം കൂടുതൽ കേരളക്കാരിലെ എൻ്റെ വീഡിയോസ് കാണുന്നില്ല അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം ഫുൾ റെഡ് എന്ന് പറഞ്ഞ ഗപ്പി എനിക്ക് എന്തായാലും ഒരു വലിയൊരു അസറ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഈ ചാനലിൻ്റെയും ഈ കാര്യങ്ങളെല്ലാം വിജയകരം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വേറെ കൊറിയേഴ്സ്, അത് കാണിച്ചു തരാം. കണ്ട, ഇത് പോകുന്നത് നമ്മുടെ കർണാടകയിലാണ്, സുപ്രിയ എന്ന് പറഞ്ഞ ഒരു കസ്റ്റമറിനാണ്. അടുത്ത് ഇത് പോകുന്നത് വേറൊരു പ്ലേസിലേക്കാണ്. ഇനി കുറച്ച് ആമ്പലും കൂടെ നമുക്ക് പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആമ്പലിൻ്റെ പാക്കിങ്ങിലേക്ക് ഞാൻ പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.